മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞാൻ അധികം അങ്ങനെ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. ആഫ്റ്റർനൂൺ നമ്മളുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ട്രോപ്പിക്കൽ ബീച്ച് ക്ലബിൽ പോകുന്നുണ്ട്. സോ അതായിരിക്കും ഇന്നത്തെ മെയിൻ ആക്ടിവിറ്റി. അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ഈ ലൊക്കാലിറ്റി ഉണ്ടല്ലോ, ചങ്കു എന്ന് പറഞ്ഞ സ്ഥലമാണ്, ചങ്കു ബീച്ച്. സോ ഭയങ്കര ഹാപ്പനിങ് സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ ഞാൻ മറ്റേ ഉൾവാട്ടി ടെമ്പിളിലും പിന്നെ അതുപോലെ തന്നെ കച്ചക് ഡാൻസ് ഒക്കെ കാണാൻ വേണ്ടി പോയായിരുന്നു. ഇപ്പോൾ നമ്മളുടെ ഹോട്ടൽ ഉണ്ടല്ലോ, ഒരു അടിപൊളി സംഭവമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു ലെയിനിൽ തന്നെ കുറേ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബ്രഞ്ച് പ്ലേസസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് നടന്നു നോക്കാമെന്ന് വിചാരിച്ചു, എന്തൊക്കെയാണ് ഉള്ളതെന്ന് അറിയാമല്ലോ. സോ ഞാൻ നമ്മുടെ ഹോട്ടലിൽ ഒന്ന് കാണിച്ചു തരാം. പക്ഷേ നമ്മളുടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റുന്ന. ഇവിടേക്ക് ഇങ്ങനെ ചുറ്റും റൂംസ് ഉണ്ട് കേട്ടോ. സോ അവിടെ കാണില്ലേ, അതാണ് എൻ്റെ റൂം. പിന്നെ ഈ സൈഡിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂംസ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് തന്നെ റിവോൾവർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയാണിത്. റിവോൾവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സോ അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾക്ക് വേറൊരു ടാറ്റു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാവരും വന്ന് പ്രൈസൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കാമെന്ന് വിചാരിച്ചു വന്നു. യോഗ പ്ലേസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ട്രീറ്റിലില്ലാത്ത സംഭവമൊന്നുമില്ല, എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, കുറേ ബ്രഞ്ച് പ്ലേസസ് ഉണ്ട്. സ്വിം വെയർ എൻ്റെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നേ, ഒരു ചെറിയൊരു ടാറ്റു എങ്കിലും. വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നൊരു സംഭവം, പക്ഷേ പേടിച്ചിട്ട് ചെയ്യാനും പറ്റാത്തൊരു സംഭവം. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ കേട്ടോ. പ്രത്യേകിച്ച് നമ്മളുടെ ഈ സ്ട്രീറ്റിൽ ഒത്തിരി നല്ല ടാറ്റു, ഞാൻ കുറേ റിവ്യൂസ് ഇതൊക്കെ വായിച്ചതാണ്. അപ്പോൾ അടിപൊളി കുറേ ടാറ്റു ആർട്ടിസ്റ്റും ടാറ്റു പ്ലേസസും നമ്മളുടെ ഈ സ്ട്രീറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരെണ്ണം നടന്ന് ഞാനൊരു കഫേ കണ്ടുപിടിച്ചേക്കാം. കാണാൻ നല്ല രസമുണ്ട്, കാണിച്ചു തരാം. ഇതിൻ്റെ ക്യൂട്ടായിട്ടുള്ള പ്ലേസാണെന്ന് നോക്കിയിട്ട്, ഭയങ്കര ഇങ്ങനെ വൈറ്റ് ഇൻറ്റീരിയേഴ്സൊക്കെ ഉള്ള. അവിടെ പോയി എന്തെങ്കിലും കഴിച്ചാലോ? Let's go. See, breakfast starting from 45,000 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. ഇവിടെ ലക്ഷങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്വിം വെയർ മേടിക്കാനായിട്ട് അവിടെ ചെന്ന് വെച്ചപ്പോൾ 1 million എന്നൊക്കെ പറഞ്ഞു. കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ അവിടുത്തെ റേറ്റൊക്കെ ഉള്ളൂ, എന്നാലും കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. സോ 45,000 രൂപ, 45K, 45,000 രൂപയുടെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ 65,000 ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. രസമാണെന്ന് നോക്കിക്കുക, ഇവിടെ ഭയങ്കര ആംബിയൻസ് ഉള്ള സ്ഥലം. Good. How are you? Very good, thank you. This for the Thank you. And this for the drink. Yeah. There's AC here? Sorry? AC.
ഇവിടെ കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. എഗ് ബെനഡിക്റ്റ്, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ചിയ പുഡിങ്, പിന്നെ എന്താ പറയുക ക്രാബിൻ്റെ പ്രിപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷക്ഷുക്ക, അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ എൻ്റെ ഹോട്ട് ലാത്തെ വന്നിട്ടുണ്ട്. ഒരാവേശത്തിൻ്റെ പുറത്ത് ഞാനൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞു. ഒരു അവക്കാഡോ ടോസ്റ്റൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്ക് ബേസിക്കലി അവക്കാഡോ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ്. എന്നാലും ഞാനൊന്ന് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ്. പിന്നെ പക്ഷേ നമ്മുടെ കോഫിയും അതുപോലെ തന്നെ പീനട്ട്സും അതൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. തൊട്ടടുത്ത് തന്നെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ എന്തായിരുന്നു സൺസ്ക്രീനും അതുപോലെ തന്നെ എനിക്ക് കുറച്ച് നേസൽ ഡ്രോപ്സും ഇതൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഇത് പോക്കിയാണ് കേട്ടോ. ഇത് ഇമ്മുൻ്റെ ഫേവറേറ്റ് ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനും ഇത് ഇടയ്ക്ക് മഞ്ചിയാലോ എന്ന് വിചാരിച്ചിട്ട് പോക്കിയൊക്കെ മേടിച്ചു. തിരിച്ച് നമ്മൾ ഹോട്ടലിൽ വന്നേക്കുകയാണ്. സോ നമ്മളുടെ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ റൂം ടൂർ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇരുട്ടായിരുന്നു. ഇപ്പം ഞാൻ നമ്മുടെ ഡേ ലൈറ്റിലൊന്ന് റൂം കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളുടെ റൂം. എന്താ പറയുക, ഒരു ബൊഹീമിയൻ തീമിലൊക്കെ ചെയ്തേക്കുന്ന ഒരു റൂമാട്ടോ. ഡീറ്റെയിലിംഗ് ഒക്കെ കണ്ടില്ലേ. ഇവിടെ ടവൽ റാക്ക്, ഭയങ്കര മിനിമൽ ഫേർണിച്ചർ എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ദ ബാത്റൂം. എനിക്കിത് ശരിക്കും ഒരു ഫോട്ടോ പോയിൻ്റ് പോലെ തോന്നുന്നു, അത്രയും ബ്യൂട്ടിഫുൾ കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു ടബുണ്ട്. ഞാൻ ഇതുവരെ ഈ ടബ് യൂസ് ചെയ്തില്ല, എന്തായാലും യൂസ് ചെയ്യണം പോകുന്നതിന് മുമ്പേ. ലഷ് ഗ്രീൻ ഒരു ഗാർഡൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടബ്. സി, ഇതാണ് നമ്മളുടെ WC, അതുപോലെ തന്നെ വാഷ് കൗണ്ടർ. ഞാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ റൂമിലിരുന്നപ്പോൾ ഒരാൾ എന്താ പറയുക, ഒരു ചെറിയൊരു അനക്കം നോക്കിയപ്പോൾ ഒരു പൂച്ച ഇതുവഴി ഇങ്ങനെ ഒരു പൂച്ച നടന്നു പോകുന്നുണ്ടായിരുന്നു. ഇത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിക്കേ, ബേർഡ്സിൻ്റെ ശബ്ദമൊക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ റൂം. സോ ഞാൻ പറഞ്ഞല്ലോ, ഇന്നൊരു ബീച്ച് ക്ലബ്ബിൽ പോകാനായിരുന്നു ഞാൻ ഫസ്റ്റ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് ഞാൻ നാളത്തേക്ക് മാറ്റി. കാരണം നാളെ അവിടെ ഒരു വലിയൊരു സംഭവം നടക്കുന്നുണ്ട്. സോ അത് കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് അത് മാറ്റിയിട്ട് ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ആക്ടിവിറ്റിക്ക് ബുക്ക് ചെയ്തു. സിൽവർ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ്. നമ്മളിവിടെ സിൽവർ ജ്വല്ലറി മേക്കിംഗ് പഠിക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. ഇതിവിടുത്തെ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. സോ നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെയാണ് ജ്വല്ലറി ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ചെറിയൊരു കുറച്ച് ഗ്രാംസിൻ്റെ ഒരു ജ്വല്ലറി ഓൺ ചെയ്യാം. സോ അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു വെറൈറ്റി ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുക. ഇവിടെ സിൽവർ സ്മിത്ത് ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ ഇങ്ങനെ കുറേ ഡിസൈൻസ് ഓഫ് ജ്വല്ലറി ഉണ്ട്. ഇതെല്ലാം സിൽവറാണ്. ഇത് സിൽവർ വിത്ത് ഗോൾഡ് പ്ലേറ്റഡാണ്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾക്ക് എന്താ ഫ്രീ ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നത് ഒരു 7 ഗ്രാംസിൻ്റെ ജ്വല്ലറിയാണ്. ഇറ്റ് കംസ് അലോങ് വിത്ത് ദിസ്. അതല്ലാത്തത് നമുക്ക് പേ ചെയ്ത് മേടിക്കാം. അങ്ങനെ This is the blue silver, yeah? Okay. Yeah, this one, okay.
Silver, Yeah, no? silver ball, yeah. Okay. This is the sterling silver will be best quality of the jewelry. Okay. Yeah, because this material without any copper and brass. Yeah, we only use the silver Pure to silver. be pure silver. നമ്മൾ ആ സിൽവർ ബോൾസ് കണ്ടില്ലേ, അത് പ്യുവർ സ്റ്റേർലിംഗ് സിൽവർ ആണ് കേട്ടോ. അപ്പോൾ ആ സിൽവർ ബോൾസ് മെൽറ്റ് ചെയ്ത് ആണ് നമ്മൾ ആ ഓർണമെൻറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ മെൽറ്റ് ചെയ്ത് ഒരു റോഡ് പോലെ ആക്കിയ ആ സിൽവറിൻ്റെ മെറ്റൽ ഇനി നമ്മളത് തിന്നാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ കാണുന്നത്. മേക്കിംഗ് ഇറ്റ് സോഫ്റ്റ്, നോ? സോഫ്റ്റ്. Okay. This one the red color. Yeah. Yeah. We mix smaller one. This is to make it smooth, Yeah. the finishing. Yeah, make silver round, yeah. Okay. Yeah. Do you want try? Okay. I will. You know the same. All, yeah, all. Please make side for the silver, yeah, like this, side like this. You know, they'll put here, yeah. Yeah, good. You do it? I'm not make it. You never No. try it? Where are you from? India? Delhi? No, Kerala. Kerala. You know Kerala? I don't know. In India? No, just looking for the TV. Oh, do you? Yeah. You watch Indian movies? Yes. What movie do you like? Hollywood. Bollywood. 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 Kabhi Kuchi Kabhi Gum. Kabhi Khushi Kabhi Gum. Yeah. Yes. What other movie? Huh? You know any actors by name? Yes. Yes, Mahabharata. Ramayana. 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 You also follow that, no? Yeah. Joda Akbar. Jodha Akbar. Yes. Yes. Beautiful movie. Yeah, I like this. The Mahabharata I like. You get students? Lot of students come here to study. Yeah, one morning. Today is going to Yeah, 50 students. Yeah, you are the last one. ബാങ്കിളുടെ ഈ ഒരു ഷേപ്പ് Yeah. കൊടുക്കുകയാണ്. This one. ഈ ഷേപ്പ് ഇങ്ങനെ ആക്കി എടുക്കുക. This one. സിൽവർ ജ്വല്ലറി മേക്കിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു സംഭവമായിരിക്കും എന്ന് വിചാരിച്ചേ. പക്ഷേ ഇത് ആ സിൽവർ ജ്വല്ലറി ഉണ്ടാക്കുന്നത് തന്നെ ഏകദേശം ആ ചെറിയൊരു ബാങ്കിളാണ്. അതുണ്ടാക്കാൻ തന്നെ ഏകദേശം ഒരു 2.5 മണിക്കൂർ എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു എനിക്ക് ഗോൾഡ് പ്ലേറ്റ്, എനിക്ക് ആ ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തന്നില്ല, ആ ഡിസൈൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിന് ഗോൾഡ് പ്ലേറ്റ് ചെയ്യണമെന്ന് ഇനിയും 2 hours കൂടി എടുക്കും. സോ ഓൾ ടുഗെദർ എനിക്ക് തോന്നുന്നു ഒരു 4.5 മണിക്കൂർ എടുക്കുന്നൊരു പ്രൊസീജിയറാണ് ചെറിയ വള ഉണ്ടാക്കാൻ. നമ്മൾ പലപ്പോഴും ജ്വല്ലറിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ലൈക്കിനോ പ്രത്യേകിച്ച് ഇത് ഹാൻഡ് ക്രാഫ്റ്റഡ് സിൽവർ ജ്വല്ലറിയാണ്, അല്ലാതെ മെഷീൻ മെയ്ഡ് ഉണ്ട്. അപ്പം ഹാൻഡ് ക്രാഫ്റ്റിലൊക്കെ നമ്മൾ മേടിക്കാൻ പോകുമ്പം ഭയങ്കര വിലയാണെന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും നമ്മളത് റിജക്റ്റ് ചെയ്യും. പക്ഷേ ഇത് അതിൻ്റെ പുറകിൽ ഉണ്ടാവുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോട്ട്. ആണ് അവർ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുക. ഫൈനലി നമ്മളുടെ ജ്വല്ലറി, ഞാനുണ്ടാക്കിയ ജ്വല്ലറി വന്നിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ജ്വല്ലറി ഞാൻ ഇട്ടേക്കുകയാണ്.
സോ ഇവരൊക്കെയാണ് എന്നെ ജ്വല്ലറി മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്. ആത്മജ ആൻഡ് ഐ ഡിഡ്ന്റ് ആസ്ക് യുവർ നെയിം. Tema. Yeah. So all of them very nice. I loved doing it here. Thank you. Thank you so much. Thank you. Sure, I will do that. I will do that. So എനിക്ക് കുറേ ഇന്തോനേഷ്യൻ ബാലിനീസ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്.